ഉമർ ഇബ്നുൽ ഖത്താബ് ഇങ്ങനെ പ്രസംഗപീഠത്തിൽ കയറിയിട്ട് നസീഹത്ത് നടത്തുകയാണ്. വെള്ളിയാഴ്ച ഖുത്ബ അല്ല, പ്രസംഗത്തിൽ ഇങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം പറയുന്നത്. അപ്പൊ 10 വയസ്സിന്റെ താഴെയാണ് ആ സമയത്ത് ഹുസൈനുള്ളാന്റെ പ്രായം. ഹുസൈനുള്ളാൻ ഇങ്ങോട്ട് കയറി വന്ന് എന്നിട്ട് പറഞ്ഞു, ഉമറേ ഇറങ്ങ അവിടെ നിന്ന്. തങ്ങളുട്ടി, അന്നത്തെ തങ്ങളുട്ടി കയറി എന്നിട്ട് ഇറങ്ങേണ്ടെന്ന് പറഞ്ഞു. ആരോടാ പറയുന്നത്? കിസ്റാവിറക്കും കൈസറും പണിക്കുന്നതാണ്, മിസ്രിൽ മുഖൗഖിസ് കേട്ടുടഞ്ഞേട്ടുന്നതാണ്. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, 10 തികയാത്ത പിച്ച വെച്ച് വളരുന്ന കാലിന്റെ ചുവപ്പ് മാറാത്ത പൊന്നു പൈതലായ തങ്ങളുട്ടി പറയുകയാണ്, ഉമറ് പീഠത്തിൽ നിന്ന് ഇറങ്ങി. ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇതിന്റെ വാപ്പാന്റെ വീടാണെന്ന് പറഞ്ഞു. വാപ്പാന്ന് റസൂലുള്ളാഹിനെ കൊണ്ടാ പറയുന്നത്. ഇതിന്റെ വാപ്പാന്റെ വീടാണ്, അനക്ക് കയറിയിട്ട് വർത്താനം പറയാനുള്ള വീടല്ല. ഉമർ ഖത്താബ് അനങ്ങ പറയുന്ന വാള് വരുന്ന ആളാ. ഒരു വാളും ഇല്ല, ഒരു ഊരിലും ഇല്ല, കയ്യും കാലും വിറച്ചു. ഈ കുട്ടീൻ്റെ മുമ്പിൽ കയ്യിലും കാലും. ഇത് ഏതാ മുത്തെന്നറിയോ? ഫാത്തിമാന്റെ മുത്താ റളിയല്ലാഹു അൻഹാ. അവരെ പേരക്കുട്ടികളായിരിക്കുന്നത്. ഉമർ ഖത്താബ് ചോദിച്ചു, ഇറങ്ങിയിട്ട് കുട്ടീനെ കൈ പിടിച്ചു. മോനെ ഒറ്റ കാര്യം അറിയണ്ടുള്ളൂ, ഇത് കുട്ടീനെ ആരെങ്കിലും തിരിച്ചു വിട്ടതാണോ എന്ന് വെച്ച്. അങ്ങനെ ഉണ്ടാവല്ലോ, ഇതാരെങ്കിലും എന്നെ ഇറക്കാൻ വേണ്ടി തിരിച്ചു വിട്ടാണോ എന്ന് വെച്ചു. അല്ലല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പം ഉമർ ഖത്താബ് പറഞ്ഞു, എന്നാ പിന്നെ ഞാനിങ്ങനെ എടുക്കാൻ പോകുമെന്ന് വെച്ച് എൻ്റെ വാപ്പാൻ്റെ വീടത്ത് പോയിക്കോന്ന് പറഞ്ഞു. എൻ്റെ വാപ്പാൻ്റെ അമ്മ പൗരട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ വാപ്പാൻ്റെ വീടുണ്ടാവില്ല ഉണ്ടാക്കി വെച്ചത്. അതിമ കയറിയിട്ട് വർത്താനം പറഞ്ഞോളൂ, ഇവിടെ കയറി പൗരട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് കരഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ കൈ പിടിച്ച് ചുംബിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ ലൈസ ലി ഉമറ ശൈ വലാ ലി ഖത്താബ്, ഉമറിന് ഒരു വസ്തുവുമില്ല, എന്റെ ഉപ്പയ്ക്കും ഒന്നുമില്ല. എന്നിട്ട് പറഞ്ഞു, വഹൽ അംബത ശുഊറ ഫീ റൂസിനാ വൽ അസ്നാന ഫീ അഫ്വാഹിനാ ഇല്ലാ അൻതും യാ ബുനയ്യ. പൊന്നുമോനെ, ഉമറടങ്ങിയിട്ടുള്ള ഈ സമൂഹത്തിന്റെ തലയിൽ മുടിവെച്ച് തന്നതും വായിൽ പല്ല് തന്നതും നിങ്ങളല്ലേ? ബ്യൂട്ടി പാർലറിലെ പണിക്കാരനാണ് ഹുസൈനുള്ളാഹിനെ വിശ്വസിച്ചിട്ടല്ല ഈ പറയണത്. അപ്പോഴല്ലേ തലയിൽ മുടിയക്കലും കറുപ്പടിക്കലൊക്കെ. അത് വിശ്വസിച്ചിട്ട് പറഞ്ഞല്ല, അതൊരു ആലങ്കാരിക ഭാഷയാണ്. ഞങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയത് പൊന്നുമക്കളെ നിങ്ങളെ കാരണത്താലല്ലേ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതവർ ശിർക്കാന്ന് വിശ്വസിച്ചില്ല. അതാണ് അസ്ഹാബ് മുഹമ്മദ്. അതാണ് അസ്ഹാബ് മുഹമ്മദ്. മോനെ, ഈ പാവപ്പെട്ട ഉമറടങ്ങിയ ഞങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയത് മക്കളെ ഞങ്ങളെ കൊണ്ടല്ലേ, ഞങ്ങൾ എവിടേക്ക് പോവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹൃദയം മുറിഞ്ഞു വീഴേണ്ടത് മുഹമ്മദി ഓർമ്മയിലാണ്. ഹൃദയം തപിക്കേണ്ടതും ഹൃദയം ചൂടാകേണ്ടതും ഹൃദയം തണുക്കേണ്ടതും കണ്ണിൽ ജലാന്ത്രം മുറോപൊട്ടേണ്ടതും മനസ്സ് കോരിത്തരിക്കേണ്ടതും കിനാവിൽ അതിഥിയായി പുഞ്ചിരി തൂകേണ്ടത് മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. മൗലായ, ഒരു കാര്യം ഉറപ്പിച്ചോളൂ, മതവും സ്വലാത്തും മിസ്കുമായി നടക്കുന്നവരെ നമുക്ക് ഈമാനിന്റെ മിസ്ക് കിട്ടുന്നതാണ്, സംശയം വേണ്ട. വിശിഷ്യ ഈ കാലത്ത് ഇതേതാണ് കാലം? മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅതി ഷഹീദ്. ഈ പരിപാടിക്ക് വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ച പ്രിയപ്പെട്ട SKSFന്റെ പ്രവർത്തകന്മാരുണ്ട്, നാട്ടിലെ മുഹിബ്ബീങ്ങളുണ്ട്. ഞാൻ പേരുകൊണ്ട് പരിചയമുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. ഒരാളുടെ പേര് പറഞ്ഞാൽ മറ്റുള്ളവരെ പറയാതിരിക്കുമോ എന്നൊരു ദുഃഖം കൊണ്ട് ഞാൻ എല്ലാവരെയും മനസ്സിലോർക്കുകയാണ്. തമ്പുരാനേ,
നിന്റെ ഹബീബിന്റെ മധുപ്രഭാഷണത്തിന്റെ ഏകദിന വേദി സജ്ജീകരിക്കാൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് അത്യധ്വാനത്തോടെ പാടുപെട്ട പ്രിയപ്പെട്ട സമർത്ഥരായ പ്രഗത്ഭരായ കർമ്മധീരരായ പ്രവർത്തകന്മാർ, അവർക്ക് നീ ശുഹദാക്കളുടെ കൂലി കൊടുക്കണേ അല്ലാ. ഇതൊക്കെയും കാലഘട്ടത്തിന്റെ ജിഹാദായി അംഗീകരിക്കണേ തമ്പുരാനെ. ഉമ്മയെ കൊല്ലുന്ന മക്കൾ പേപ്പറിൽ പ്രത്യക്ഷപ്പെടുന്ന കാലമല്ലേ, ഉമ്മയെ വ്യഭിചരിക്കുന്ന മക്കളും വരുന്ന കാലമല്ലേ, വാപ്പയെ തൂക്കി വയ്ക്കുന്ന മക്കൾ സോഷ്യൽ മീഡിയയിൽ താരമാകുന്ന കാലമല്ലേ. കള്ളുകുടിച്ച് ലക്കില്ലാതെ തിരിച്ചു വന്നപ്പോൾ പ്രിയപ്പെട്ട പെങ്ങളെ തിരിച്ചറിയാതെ ശരീരം വികാര പൂർത്തീകരണത്തിന് ഉപയോഗിക്കുന്ന കൊച്ചുമക്കൾ പോലും പേപ്പറുകളിൽ സ്ഥാനം പിടിക്കുന്ന കാലമല്ലേ. ഏഷണിയും ഭീഷണിയും അപമാനി നിന്നത പരിഹാസ പരാജയങ്ങളും സമൂഹമധ്യേ നൃത്തമാടുന്ന കാലമല്ലേ. പടച്ച തമ്പുരാനെ, വെള്ളം നൽകുന്ന ഭക്ഷണം നൽകുന്ന നിന്നെപ്പോലും കഞ്ചാവെന്ന് പട്ടാപ്പകലിന്റെ പച്ചയില് സ്ത്രീകളടക്കം വിമർശിക്കുന്ന കാലമല്ലേ. ഹബീബ നബിയെ സ്ത്രീലാലംബനായി സമൂഹമധ്യേ അതാ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കരിവാരി തേച്ച് അവമതിക്കാൻ പരിശ്രമിക്കുന്ന യുക്തിക്ക് വാദം പിടിച്ച ഒരു ലോകത്ത് വെളിവാകുന്ന കാലമല്ലേ. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി. ഈ കാലത്തെ പൊന്നുമക്കളെ, നിങ്ങൾ ഞെരിയാണി മുകളിലേക്ക് പാണ്ടങ്ങ് കയറ്റിയിട്ട് തുണി അങ്ങ് ഉയർത്തിയിട്ട് അയ്യാലസ്സല എന്ന് കേൾക്കുമ്പോൾ തലയിൽ ഒരു ടവലോ തൊപ്പിയോ ധരിച്ചുകൊണ്ട് പള്ളിയിൽ കയറിയിട്ടൊരു സുജൂദിന് വേണ്ടി അവസരം എടുത്താൽ, ഇത്തരം സുഹൃതങ്ങൾക്ക് വേണ്ടി രാവും പകലും മോടി നടന്നാൽ അള്ളാന്റെ റസൂൽ ഓഫർ ചെയ്തത് 100 ഹംസത്തുൽ കറാറിന്റെ കൂലിയാണ്, 100 ജാഫർ ഇബ്നു അബീ ത്വാലിബിന്റെ കൂലിയാണ്. ഫലഹു അജ്റു 100 ഷഹീദ്. ഈ ഉറക്കൊഴിക്കലൊക്കെ ആ ദർജയ്ക്ക് അല്ലാഹു സബബായി സ്വീകരിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. പെണ്ണുങ്ങളെ, നിങ്ങളിൽ പലർക്കും സംശയമുണ്ട്. ആണുങ്ങൾക്ക് ഹൂറുല്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളെ കുറിച്ച് എന്താ പറയാത്തത്? പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പെണ്ണുങ്ങൾ കട്ടപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലെത്തി, പക്ഷേ ഭർത്താവ് കള്ളുകുടിയനാണ്, അല്ലെങ്കിൽ വ്യഭിചാരിയാണ്, തൗബ ചെയ്യാതെ മരിച്ചു പോയതിന്റെ പേരിൽ കത്തിക്കാളുന്ന നരകത്തിൽ കടക്കുമ്പോ, പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ആരുമില്ലാത്തൊരു സ്ഥലമല്ല സ്വർഗം, മറിച്ച് സ്വർഗത്തിലുള്ള വലിയ വലിയ ആത്മീയ നായകന്മാര് നിങ്ങളുടെ ഭർത്താക്കന്മാരാകുമേ. ഇത് പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആസിയ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ് ഫിർഔനാണ്, നരകത്തിന്റെ അടിയിലാണ്. അപ്പോൾ ആസിയ ബീവിയുടെ ഭർത്താവ് സ്വർഗത്തിലില്ല എന്ന് കരുതിയിട്ട് ആസിയ ബീവി ഒറ്റപ്പെട്ടിട്ടില്ല. ആസിയ ബീവിയെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്ന മണവാളൻ ആരെന്നറിയില്ലേ? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ നജമി മൗലായ على حبيبك خير الخلق كلهم. അത് ആസിയ ബീവിയിലും മുത്തറസൂലിലും മാത്രം ഒതുങ്ങുന്ന ഒരു ചിത്രമല്ല. ഇവിടെ അധ്വാനിച്ചുകൊണ്ട് കട്ടപ്പെട്ട് നാളെ സ്വർഗം പുൽകുന്ന പെങ്ങള്, നിനക്ക് നിന്റെ ഭർത്താവ് സ്വർഗത്തിലില്ലെങ്കിൽ അവിടെ അള്ളാഹു സെലക്ട് ചെയ്ത ആളുകളെ കണ്ടാൽ അവിടെ പോയി നീ ഞെട്ടുന്നതാ. അള്ളാഹു നമ്മളെയും ഭാര്യമാരെയും ഒരുമിച്ചുകൊണ്ട് സ്വർഗത്തിൽ മക്കളോടുകൂടെ പുന്നാര ഹബീബിന്റെ ചാരേ സംഘടിപ്പിക്കട്ടെ. വാള് കേൾക്കാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട പെങ്ങന്മാർ, ഖദീജ ഉമ്മയുടെ, ആയിഷ ഉമ്മയുടെ, സഫിയ ഉമ്മയുടെ, ഹഫ്സ ഉമ്മയുടെ, മൈമൂന ഉമ്മയുടെ കൂടെ സ്വർഗത്തിലുള്ള സ്വർഗീയ കൊട്ടാരങ്ങളില് പാട്ടുപാടി ഉല്ലസിക്കാൻ സർവശക്തനായ അല്ലാഹ് ഇവിടെ പങ്കെടുത്ത മുഴുവൻ പെണ്ണുങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിലെ പെണ്ണുങ്ങൾക്കും നീ തൗഫീക്ക് നൽകണമേ തമ്പുരാനെ. ആണുങ്ങളായ ഞങ്ങൾക്ക് ഇവിടെ ചരിത്രത്തിൽ പറഞ്ഞവരും കടന്നു വരാത്തവരുമായ മുഴുവൻ സഹാബാക്കൾ ഔലിയാക്കളോടുകൂടെ സ്വർഗത്തിൽ സന്തോഷത്തോടെ മുത്ത് ഹബീബിനെ കണ്ടുകൊണ്ട് നിന്റെ ലിഖായിൽ ഒരുമിച്ചുകൂടാ അവസരം താ റബ്ബേ.
നമ്മൾ ഒരുമിച്ച് ഓടിയത് ചെറുവാളൂർ ഉസ്താദിന്റെ നഗറിലാണ്. അറിയില്ലോ, ഇങ്ങനെയുള്ള സദസ്സുകളിൽ മുഴുവനും കോട്ട് ഇട്ട് ഓടി നടന്നുകൊണ്ട് പാതിരാവിൽ അവക്കൊഴിച്ച് സമൂഹത്തെ സമുദ്ധരിക്കാൻ ഹൃദയസ്പൃശിയായ നസീഹത്ത് നൽകിയിട്ട് അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ നടത്തി. കർച്ചീഫ് കൊണ്ടോ കയ്യിലുള്ള ശീല കൊണ്ടോ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ചു മാറ്റി പിന്നെയും ശംസുൽ ഉലമയുടെ പേര് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിരുന്ന ഒരു മഹാമനീഷിയല്ലേ ചെറുവാളൂർ ഉസ്താദ്. റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്ന മഹാനല്ലേ. അവർ വഫാത്തിന്റെ 2 ദിവസങ്ങൾക്ക് മുമ്പ് താൻ നിർമ്മിക്കുകയും സേവനം നടക്കുകയും ചെയ്യുന്ന ദാറുൽ തഖ്വയിൽ വന്നിട്ട് വിദ്യാർത്ഥികളോട് പറയുന്നു, മക്കളെ, ഞാൻ കിടന്നിരുന്ന ആ കട്ടിലില്ലേ, ഈ കട്ടിലിന്റെ രൂപമൊന്ന് മാറ്റിയിടണം. നിങ്ങള് എങ്ങനെയാ ഇടേണ്ടത് ഉസ്താദ്? കബറിൽ കിടക്കുമ്പോൾ എങ്ങനെയാ കിടക്കുന്നതെങ്കില് നെഞ്ചും മുഖവും കബലയിലാക്കിയിട്ടാണല്ലോ കബറിൽ കിടക്കേണ്ടത്. അങ്ങനെ കിടക്കാൻ പറ്റുന്ന പരുവത്തിൽ എന്റെ കട്ടിലൊന്ന് മാറ്റിയിടണമെന്ന് പറഞ്ഞു. ചോദിച്ചു, എന്തിനാണ് ഉസ്താദ് കാലങ്ങൾ എത്രയും ഇങ്ങനെയല്ലേ കിടന്നത്? ഉസ്താദ് പറഞ്ഞു, കബറിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ നിന്നൊന്ന് കിടന്ന് പരിചയിച്ച് പോയാൽ അത് നല്ലതല്ലേ. കട്ടില് മാറ്റിയിട്ടതിന് ശേഷം ദാറുൽ തഖ്വയുടെ റൂമിൽ ചെറുവാളൂർ ഉസ്താദ് ആ കട്ടിലിൽ 2 ദിവസമേ കിടന്നുള്ളൂ. 3-ാം ദിവസം കബറിൽ കിടന്നു. വഫാത്തിന്റെ മുമ്പ് താൻ തനിക്ക് വേണ്ടി കുഴിച്ചിട്ടുള്ള കബറിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പണിക്കാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊന്ന് എന്റെ കബറ് 20 സെന്റിമീറ്റർ വീതി കൂട്ടണം. അവര് ചോദിച്ചു, എന്തിനാണ് ഉസ്താദ്? ഇത് തന്നെ ധാരാളമല്ലേ, ഇനി വീതി കൂട്ടിയാൽ അത് എക്സ്ട്രയായി കിടക്കുന്നതല്ലേ? ഉസ്താദ് പറഞ്ഞു, ഇല്ലാതെ അന്നൊരാവശ്യമുണ്ടാകുമെന്ന് പറഞ്ഞു. നിർബന്ധത്തിന് വഴങ്ങി പണിക്കാർ കൈക്കോട്ടുമായി ഇറങ്ങിയിട്ട് നിലവിലുള്ളതിനേക്കാൾ 20 സെന്റിമീറ്റർ വിശാലത കൂട്ടുകയാണ്. അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഉസ്താദ് വഫാത്തായി. കബറിന്റെ അടിയിൽ നിറയെ വെള്ളമാണ്. എന്താണ് ചെയ്യേണ്ടതെന്നറിയാൻ ചെറുവാളൂർ ഉസ്താദിന്റെ മുഹിബ്ബീങ്ങൾ ബഹുമാനപ്പെട്ട MT ഉസ്താദിന് വിളിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു, ഇപ്പോൾ പെട്ടിയിലാക്കി മയ്യത്ത് മറവ് ചെയ്യപ്പെടേണ്ട സമയമാണ്. ചെറുവാളൂർ ഉസ്താദിന്റെ മയ്യത്ത് കബറടക്കുമ്പോൾ പെട്ടിയിലാക്കിയിട്ടാണ് കബറടക്കിയത്. ആ പെട്ടി താഴ്ത്തുന്നവർ മുഴുവനും കരഞ്ഞുപോയി. കാരണം ഉസ്താദ് 3-4 ദിവസങ്ങൾക്ക് മുമ്പ് വന്ന് 20 സെന്റിമീറ്റർ വിശാലമാക്കാൻ പറഞ്ഞില്ലേ, ആ 20 സെന്റിമീറ്ററിന് ഈ പെട്ടി കണക്കാണ്. وأجنحة تطير بغير ريش إلى ملكوت رب العالمين. ചെറുവാളൂർ ഉസ്താദിന് ശേഷം നമ്മോട് ഇവിടെ പറഞ്ഞത് മഹാനായ MM മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരല്ലേ. ഇരുകൂട്ടർക്കും അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. എന്നെ പോലെയുള്ള വാളനല്ല, ഈ 1/2 നൂറ്റാണ്ടോളം മലയാളക്കരയിൽ ഓടി നടന്ന് വാള് പറഞ്ഞതിന് പുറമെ പ്രായം കൂടി രോഗങ്ങൾ വന്നിട്ടും പാതിരാവിനെ പകലാക്കി യുവാവിന്റെ പ്രതാപത്തോട് ഉശിരോട് ഓടി നടന്നുകൊണ്ട് സമസ്തക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത മഹാനാണ്. അവർ എപ്പോഴും ഞങ്ങളെയൊക്കെ കണ്ടാൽ പറയാറുണ്ട്, മോനെ വെള്ളിയാഴ്ച മരിക്കണം, അതിന് കുട്ടി ദ്വാരക്കണമെന്ന്. എന്നെ കാണുമ്പോൾ സ്റ്റേജിൽ വെച്ചുകൊണ്ട് എപ്പോഴും പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരുടെ ഒരു തേട്ടമായിരുന്നു വെള്ളിയാഴ്ച രാവിൽ മരിക്കണമെന്ന്. അതേ വെള്ളിയാഴ്ച രാവിലെ ഉളൂ ചെയ്ത് ഇശാ നിസ്കരിച്ച ഉടനെ ചെറു മഹാനായ MM ഉസ്താദ് ഉറക്കെ ദിക്റ് ചൊല്ലി വഫാത്താകുന്നു. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്നെ കേൾക്കുന്ന സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, SPയുടെ കർമ്മോത്സകരായ മക്കളെ, SYSന്റെ നേതാക്കളെ, റബീഉൽ അവ്വൽ മണം അടിച്ച് വീശുന്ന പ്രാരംഭ സമയത്ത് റബീലിലേക്ക് കടക്കാ. ഹൃദയാന്തരത്തിൽ ഇഷ്കിന്റെ ഉറവ പൊട്ടാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് സംഗമിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ പ്രീതിയുള്ള മധുഹുർ റസൂലിന്റെ മലർവനിയിൽ പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി പാതിരാവിൽ ബദ്ധശ്രദ്ധരായിട്ട് ഈ മുത്തല്ലിമിന്റെ അക്ഷരവീജികളെ കോരിയെടുക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മ,
മരണം ചെറുവാളൂർ ഉസ്താദിന് മാത്രമല്ല, മരണം MM ഉസ്താദിന് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ എത്ര പേര് ഇതിനകം മരിച്ചുപോയി. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ദ്വീപിലേക്ക് വാളിന് പോയപ്പോൾ വാള് തുടങ്ങിയത് 9:30-ക്കാണ്, തുടങ്ങാമെന്ന് പറഞ്ഞത് 7 മണിക്കാണ്. 2 മണിക്കൂർ ലേറ്റായിട്ടാണ് തുടങ്ങിയത്. കാരണം എനിക്കും ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കാൻ പാകം ചെയ്യാൻ വേണ്ടി ഏറ്റിട്ടുള്ള ചെറുപ്പക്കാര് ഇറച്ചി മുറിച്ചു കൊണ്ടിരിക്കുമ്പോ സൈലന്റ് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഇന്നലെയും മരണവാർത്ത കേട്ടുകൊണ്ടാണ് ഞാൻ വാളിന് പോയത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് രാത്രി 10:30 മണിക്ക് ഞാൻ ഒരു മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. 41 വയസ്സുള്ള യുവ കോമളന്റെ മയ്യത്ത. ബൈക്കെടുത്തുകൊണ്ട് പുറത്തുപോയവനാണ്, വണ്ടിയിടിച്ച് തലചതഞ്ഞ് മരിച്ചവനാണ്. 3 ചെറിയ കുട്ടികളെ ഇട്ടേച്ചുകൊണ്ട് അതാ കട്ടിലിൽ കയറി യാത്ര ചെയ്തു. തിരിച്ചു വരാത്ത യാത്രയല്ലേ. ഏത് മദ്ഹുർ റസൂല് പറഞ്ഞാലും ഏത് വിഷയം പറഞ്ഞാലും ഇതിനൊക്കെയും നമ്മൾ ഒരുങ്ങുന്നത് ആ അവസാന ശ്വാസത്തിലൊന്ന് വിക്ർ മുഴങ്ങാനല്ലേ. അങ്ങനെയുള്ളൊരു സമൂഹത്തെയല്ലേ മുത്ത് റസൂല് വാർത്തെടുത്തത്. അതുകൊണ്ടല്ലേ മഹാനായ സയ്യിദുൽ ഔലിയായ അബൂബക്കറിന് സിദ്ദീഖ്, ദീർഘമായി ഞാൻ പ്രസംഗിക്കുന്നതല്ല, കേവലം മിനിറ്റ് പറഞ്ഞുകൊണ്ട് നിർത്തു. എല്ലാവരും മനസ്സിൽ നിന്ന് ഈ സദസ്സും വിഷയമല്ലാത്ത സകല ചിന്തകളും ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ഖബറും റൗളയും കാണണേ. പ്രിയപ്പെട്ടവരോ, റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂടിയാൽ ചർച്ച ചെയ്തിരുന്ന 3-4 കാര്യങ്ങളിൽ ഒന്ന് മൗത്താണ്, 2 മുഹമ്മദ് മുസ്തഫാനെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഖുലഫാഉർ റാഷിദീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് സിദ്ദീഖ് അങ്ങ് കരയുകയാണ്, യാ അല്ലാഹ്, എന്തിനാണ് സിദ്ദീഖുൽ അക്ബർ കരയുന്നതെന്നറിയോ? മരണം ചിന്തിച്ചതാണ്. അൽ മൗതു ബാബുൻ ഫകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഅരി ബദൽ മൗതി മദ്ദാറു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സിദ്ദീഖ് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഉമറേ, മൗത്ത് എല്ലാ മനുഷ്യനും പറഞ്ഞതാണ്, അത് ക്ഷണിക്കപ്പെടാതെ കയറി വരുന്ന അതിഥിയാണ്, അതിലൂടെ അല്ലാതെ പരലോക പൗരത്വം സ്വീകരിക്കാൻ കഴിയില്ല, ജീവിച്ചാൽ മരിക്കും എന്നത് ഉറപ്പാണ്. യാലൈത ശഅരി ബദൽ മൗതി മദ്ദാർ. മരണാനന്തരം എന്റെ ജീവിതം എവിടെയാണ്? എന്റെ ഭവനം സ്വർഗമാണോ നരകമാണോ എന്ന് ചിന്തിച്ച് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അതൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു ഉമറേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് സിദ്ദീഖിന്റെ ഇരുവരി കവിതക്ക് കവിതയിലൂടെ മറുപടി പറയുകയാണ്, അദ്ദാറു ദാറുന മിനിന്ന മിൽത ബിമാ യുർദിൽ ഇലാഹ വഇൻ ഖാലഫ്ത ഫന്നാറു. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരിൽ പ്രഗത്ഭരാണ് ഇവർ 4 പേരും എന്ന് മറക്കണ്ട ചെറുപ്പക്കാരെ, മറക്കണ്ട പെങ്ങന്മാരെ. എന്നിട്ടും മരിച്ചാൽ ഏത് ലോകമാ കിട്ടുക എന്ന ആശങ്കയിൽ കരഞ്ഞ് കരഞ്ഞ് തളരുകയാണ്. എവിടെയാ ഞാൻ മരണാനന്തരം കയറുക എന്ന് ചിന്തിച്ച് എനിക്ക് യാതൊരു സമാധാനവുമില്ല ഉമറേ എന്ന് പറഞ്ഞപ്പോൾ ഉമർ പാട്ടുപാടി മറുപടി പറയുന്നു, അദ്ദാറു ദാറുന മിന്നില്ല മിൽത ബിമാ യുർദിൽ ഇലാഹ വഇൻ ഖാലഫ്ത ഫന്നാറു. അബൂബക്കറേ, മരണാനന്തരം നിങ്ങളുടെ ലോകോ അത് സ്വർഗം തന്നെയാണ് അബൂബക്കറേ. ഒരു ഷർത്തേ ഉള്ളൂ, ഇൻ അമിൽത ബിമാ യുർദിൽ ഇലാഹ, അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന പണിയെടുത്തുകൊണ്ടാണ് നിങ്ങൾ പോയതെങ്കിലോ പാലാറ് വീഞ്ഞാറ് തേനാറ് സ്വച്ഛന്ത പാണിയാറ് കളകളാരവം മുടക്കിയൊടുകുന്ന അരുവികളാണ് സമൃദ്ധമായ വിതറപ്പെട്ട മുത്തുകളെ പോലെയുള്ള ഹൂറില്യങ്ങൾ പാട്ടുപാടി മാടി വിളിക്കുന്ന സ്വർണത്തിന്റെ കൊട്ടാരവും വെള്ളിയുടെ കൊട്ടാരവും ഏതെല്ലാം കൊട്ടാരത്തിലേക്ക് കയറുന്നു അതിന്റെയൊക്കെ സ്റ്റെപ്പുകൾ മാണിക്യത്തിൻ്റെതാണ്. കുമ്മായത്തിന് പകരം ചുമരിൽ തേച്ചിട്ടുള്ളത് കസ്തൂരി മൺപൊടിയാണ്.
കൊലായിൽ വെതറിയിട്ടുള്ള മൺപൊടി അറിയണോ? അത് ഏതാണ്? അത് മുത്തിന്റെയും പവിഴത്തിന്റെയും പൊടികളാണ്. ഇങ്ങനെയുള്ള കൊട്ടാരം നിന്നെ സിദ്ദീഖേ കാത്തിരിക്കുകയാണ്. ഒറ്റ ശർത്തേയുള്ളൂ, പടച്ചവനെ പ്രീതിപ്പെടുത്തി ജീവിച്ച് വഫാത്താകടോ. ഇതങ്ങ് കേട്ടപ്പോൾ സിദ്ദീഖിന്റെ ദുഃഖത്തിന് കട്ടികൂടുകയാണ്. കരഞ്ഞിരുന്ന സിദ്ദീഖ് നിയന്ത്രണം വിട്ട് ഞങ്ങളടിച്ചുകൊണ്ട് കരയുമ്പോൾ അപ്പുറത്ത് നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ രണ്ടുപേരി പാട്ട് പാടുകയാണ്. ഹുമാ ദാറാനിമാ ലിൽ മർഇ ഗൈറുഹുമാ ഫഖ്തർ ലിനഫ്സിക യദ്ദാരി തഖ്താറു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ട് കവിതയാണ്, രണ്ട് വരി പാട്ടാണ്. ഓ അബൂബക്കർ സിദ്ദീഖേ, മരിച്ചാൽ ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമല്ലേ, ഇത് രണ്ടുമല്ലാത്തത് ഇല്ലല്ലോ. ഫഖ്തർ, അതുകൊണ്ട് നീ സെലക്ട് ചെയ്തോ. നമ്മൾ ഓരോരുത്തരും സെലക്ട് ചെയ്യേണ്ടതാണ്. ലിനഫ്സിക യദ്ദാരി തഖ്താർ, ഏത് വീടാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് സ്വതന്ത്രമായി ചിന്തിച്ച് തെരഞ്ഞെടുത്തോ. ഇതെല്ലാം സിദ്ദീഖിനെ കരയിപ്പിക്കുകയാണ്. ഇതൊക്കെ അവരുടെ ഇടയിൽ ആവശ്യമുള്ള കവിതകളല്ല, സമൂഹത്തിന് കൈമാറിയ സന്ദേശമാണെന്ന് വിസ്മരിക്കണ്ട. ഇനി പാട്ട് പാടാനുള്ളത്, ഇനി പാടാനുള്ളത് ആരാ? ഒരാളും കൂടി ഉണ്ടല്ലോ ബാക്കി. അലിയാരാണ്. അവര് പറഞ്ഞു മാലിൽ ഉനാസിസി വൽ ഫിർദൗസി മൻസിലത്തുൻ, അവരെ കവിതയാ. മാലിൽ ഉനാസിസി വൽ ഫിർദൗസി മൻസിലത്തുൻ, ഇതാണ് ഇപ്പൊ നമ്മളെ പ്രതീക്ഷ. മാലിൽ ഉനാസിസി വൽ ഫിർദൗസി മൻസിലത്തുൻ വഇൻ ഹഫൗ ഹഫവത ഫർറബ്ബു ഗഫാറു മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. അലിയാർ പറയുകയാണ്, അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ എന്ന് പറഞ്ഞ അലിയാർ പറയുകയാണ്, സിദ്ദീഖ് എന്നവരെ മാലില്ലുനാസിസി വൽ ഫിർദൗസി മൻസിലത്തുൻ, മനുഷ്യന്മാര് മരിച്ചുപോയാൽ സ്വർഗം പോരാ, ഫിർദൗസ് തന്നെ വേണല്ലോ. ഇൻ തസ്അലുല്ലാഹൽ ജന്നത ഫസ്അലുൽ ഫിർദൗസ, സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസിന് ചോദിച്ചോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. കാരണം അൽ ഫിർദൗസിൽ അലയിലാണ് റസൂലുള്ള താമസിക്കുന്നത്. മുഹിബ്ബീങ്ങളൊക്കെ തൊട്ടടുത്തുണ്ടാകുമ്പോൾ എപ്പോഴും കണ്ട് സന്തോഷിക്കാമല്ലോ. നമ്മൾ ട്രെയിനൊക്കെ കയറുന്ന സമയത്ത്, ഫ്ലൈറ്റൊക്കെ കയറുന്ന സമയത്ത് സീറ്റ് ഒരുമിച്ചാക്കുന്നത് സ്വഭാവമല്ലേ? ഇഷ്ടപ്പെട്ടവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് വല്ലാത്ത ഹരമല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ് അലിയാർ, സിദ്ദീഖ് എന്നവരെ സ്വർഗം ഫിർദൗസ് തന്നെ കിട്ടണമല്ലോ. وإن حفوا حفوة فالرب غفار. ജീവിതയാത്രയിൽ അനിഷ്ടകരമായ കറുത്ത അധ്യായങ്ങൾ കയറി വന്നെങ്കിലോ, കാണാൻ പാടില്ലാത്തത് യാദൃശികമായോ സാഹചര്യത്തിൽ അടിമപ്പെട്ടോ കണ്ടുപോയെങ്കില്, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടുപോയെങ്കില്, പിടിക്കാൻ പാടില്ലാത്തത് പിടിച്ചുപോയെങ്കിലോ, നടക്കാൻ പാടില്ലാത്തടത്തേക്ക് നടന്നുപോയെങ്കിലോ, അതാ അലിയാർ പറയുകയാണ്, ചെറുപ്പക്കാരെ, റബീന്റെ സന്ദേശമായി ഒരല്പസമയം അല്ലാഹുവിന്റെ റസൂലിനെ പരാമർശി നിങ്ങളോട് ദുആ വസിയത്തോട് വിട പറയുമ്പോൾ മർമ്മ സന്ദേശമായി പരിസമാപ്തിയിൽ എനിക്ക് നിങ്ങളോട് കൈമാറാനുള്ളത് ഈ കവിതയിലെ സന്ദേശമാണ്. ബേജാറ് വേണ്ട, ടെൻഷൻ വേണ്ട. ഗതകാല ജീവിതത്തിൽ എത്ര കറുത്ത അധ്യായങ്ങൾ ഹിമാലയം പോലെ കുന്നുകൂട്ടിയാലും പുറത്തു തരാൻ ഇഷ്ടപ്പെടുന്ന റബ്ബാണ് നമ്മളോട് തോടാൻ വേണ്ടി ചോദിച്ചത്, നമ്മളോട് ചോദിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ എത്ര കള്ളു കുടിച്ചാലെന്താ? മനസ്സ് നിറയെ സങ്കടത്തോടുകൂടി ജലാന്ത്രമായി പൊട്ടിയൊഴുകുന്ന കണ്ണുനീരോട് സംഭവിച്ചതിൽ ഖേദം വന്നുകൊണ്ട് സംഭവിക്കില്ല എന്ന പ്രതിജ്ഞയോട് അല്ലാ എന്നങ്ങ് വിളിച്ചുകൊണ്ട് ഒരു സെക്കൻഡ് കരഞ്ഞാൽ ലാ യലിജുന്നാറ മൻ ബകാ മിൻ ഖശ്യത്തില്ലാ, അല്ലാഹനെ ഓർത്ത് കരഞ്ഞവൻ കത്തിക്കാളുന്ന നരകത്തിൽ കയറൂല. നബിയുനാ റസൂലുള്ളാഹി النبي حاضر يعلم علم
أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 نبينا وحبيبنا محمد മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ റബ്ബിനോട് നൊന്ത് വേദനിക്കുന്ന കൽബുമായി ഒലിക്കുന്ന കണ്ണുമായി ഒന്നങ്ങ് ദുആ ചെയ്താൽ തീരാത്ത പ്രശ്നമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 2 മണിക്കൂറോളായി. പിന്നെ ഇന്ന് സാരില്ല, എന്നാലും ഇത്തിരി ചെറിയൊരു പിന്നെ ഈ വിഷയമായതുകൊണ്ട് നമ്മൾ അറിയിക്കാതെ അങ്ങനെ പറഞ്ഞു പോയതാണ്. ദീർഘമായി പറയുന്നില്ല. പ്രധാനമായിട്ട് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് ഇതാണ്, എന്ന് റസൂലുള്ളാഹിനെ എപ്പോഴും ആലോചിക്കുക. ഹബീബ നബിയുടെ ദിശയിലേക്ക് നമ്മുടെ അക്കലിനെയും കൽബിനെയും തിരിച്ചു വെക്കുക. നമ്മുടെ കൽബൊരു കണ്ണാടിയാണെങ്കിൽ അതിൽ സദാ തെളിഞ്ഞ് പുഞ്ചിരിക്കേണ്ട പൗർണമി മുഖം മുഹമ്മദ് മുസ്തഫ. ഒന്നുറക്കെ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. അക്തിരി സ്വലാത്ത് അലൈ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലണോ എന്നല്ല പറഞ്ഞ്, എൻ്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കണം. ഫഇന്ന അവ്വലമാ തുസ്അലൂന ഫിൽ ഖബ്രി അന്നീ മുഹമ്മദ് മുസ്തഫ. ആരാരുമില്ലാത്ത 6 അടിയുടെ ആഴിയിൽ 6 കട്ടിലിൽ കയറ്റി 6 അടി മണ്ണിലേക്ക് മക്കൾ താഴ്ത്തിയാൽ അള്ളാൻ്റെ ഹബീബ് പറയാ, നിങ്ങൾ ആദ്യമായിട്ട് ഖബറാകുന്ന ഇരുട്ടറയിൽ നേരിടേണ്ട ക്വസ്റ്റ്യൻ എന്നെക്കുറിച്ചായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പം നിങ്ങൾ പറയും, ആദ്യം മുങ്കർ നക്കീർ വന്നിട്ട് ചോദിക്കുന്ന റബ്ബുക്കാന്നല്ലേ എന്ന്. മുങ്കർ നക്കീറിൻ്റെ ചോദ്യം അങ്ങനെയാ. പക്ഷെ അതിനു മുമ്പ് വേറെ ചില ചോദ്യങ്ങൾ വേറെ അവിടെ നടക്കാണ്ട് മുങ്കർ നക്കീർ അല്ലാത്തവർ വന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഫോട്ടോ കാണിച്ചു തരും, ഖബർ കൊണ്ടുവരും. സ്വഹീഹ് ഹദീസാണ്, ഹബീബ നബിയെ തന്നെ കൊണ്ടുവരുമെന്ന് ചില മഹാന്മാർ പറയുന്നു. അല്ലാഹു അലം ബിസ്സവാബ്. രണ്ടാലും അവിടെ സംഭവിക്കും. മുസ്തഫ നബിയുടെ ഫോട്ടോ ഖബറിൻ്റെ അകത്ത് കൊണ്ടുവരും. എന്നിട്ട് മലക്കുകൾ ചോദിക്കും, മാദാ തഖൂലു ഫി ഹാദ റജുലി, ഇയാളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? സിനിമാ നടന്മാരെ തലയിൽ കയറ്റിയാലേ മറുപടി പറ. ഇപ്പം ചില ആൾക്കാർ പ്രസംഗത്തിൻ്റെ പ്രബോധന ശൈലി തന്നെ സിനിമാ നടന്മാരെ മത് പറഞ്ഞിട്ട് ആ മൗലിദ് റസൂലുള്ളാഹിന്റെ പറ്റൂല, മമ്മൂട്ടിൻ്റെ പൊട്ടും ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഉള്ളത് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. റസൂലുള്ളാഹിന്റെ മൗലിദ് പറ്റൂല, അത് ശിർക്കാണ്, ബിദ്അത്താ. പിന്നെ മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും മൗലിദ് പറയും ചെയ്യാം. ആര്? പള്ളിയിലൊക്കെ ഖുത്ബ ഓതുന്ന ചില പ്രബോധകന്മാർ എടുത്ത ശൈലിയാണ്. അള്ളാഹു നരകത്തിലേക്ക് മാടി വിളിക്കുന്ന പ്രബോധകന്മാർ. അള്ളാഹു വരെ നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മാതൃക ഉണ്ട്, അത് നമ്മുടെ പൗരാണികരാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇറങ്ങിയിട്ട് പുതിയ ഒന്നും കണ്ടുപിടിക്കേണ്ട, ഒക്കെ അപകടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. വല്ലാത്ത മുസീബത്തുള്ള കാലമാണ്. അള്ളാഹു കാലത്തിന് മുസീബത്തൊന്നുമില്ല, കാലത്തിനൊരു മുസീബത്തില്ല. മുസീബത്തൊക്കെ നമ്മക്കാണ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, യൂദീനി ബിനു ആദം, മനുഷ്യന്മാരെന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടെന്ന്. അള്ളാഹ്ക്ക് ഉപദ്രവം ഉണ്ടായിട്ടല്ല, ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹിന് കാരണം പറയാൻ തരാം, ലിയന്നഹു യസുബുദ്ദഹർ, അവൻ കാലത്തെ വല്ലാതെ കുറ്റം പറയുന്നുണ്ട് എന്നാണ്. അവൻ വല്ലാതെ കാലത്തെ കുറ്റം പറയുന്നുണ്ട്. അനദ്ദഹർ, കാലത്തെ നിയന്ത്രിക്കുന്ന ഞാനല്ലേ, പിന്നെ അവൻ കാലത്തെ കുറ്റം പറഞ്ഞാൽ എന്നെ കുറ്റം പറയലല്ലേ എന്ന് ഖുദ്സി ഹദീസിൽ അള്ളാഹു പറഞ്ഞായിട്ട് മുഹമ്മദ് മുസ്തഫ. മോശപ്പെട്ട കാലം, നമ്മൾ മോശപ്പെട്ട കാലം, കാലത്തിന് എന്ത് മോശമുള്ളത്? ഞാൻ ഉദാഹരണം പറയാറുണ്ട്. എൻ്റെ നാട്ടിൽ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ ഒരിക്കലും ഒരു കാക്ക വന്നിട്ട് സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചു, തിരുവനന്തപുരത്ത് നിന്നുള്ള കള്ളവണ്ടി എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചു. തിരുവനന്തപുരത്ത് നിന്നുള്ള കള്ളവണ്ടി എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചു. സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു, കള്ളവണ്ടി എന്നുള്ളൊരു വണ്ടി കാക്ക ഇതിലൂടെ വരാറില്ല, ഇനി വരാനുള്ളത് പരസ്യമാണ് എന്ന് പറഞ്ഞു. അത് 2:40 എത്തും. അതൊന്നും പറ്റൂല, നിങ്ങളാണ് പറഞ്ഞാൽ പറ്റൂല. എൻ്റെ മക്കൾ ഇന്നലെ ഫോൺ ചെയ്താൽ ഉച്ചക്കുള്ള കള്ളവണ്ടിയിൽ വന്ന് ഇറങ്ങും, വാപ്പ ഓട്ടോറിക്ഷ വരണമെന്ന് മക്കൾ പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു, കാക്കേ അതെന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയോ? ഇല്ല, മക്കൾ ടിക്കറ്റ് എടുക്കാതെ കള്ളന്മാരായിട്ട് കയറും എന്നാണ് അതിൻ്റെ അർത്ഥം. അവരെ കള്ളത്തരം വണ്ടി കണ്ടിട്ടതാണ്, എന്നിട്ട് കള്ളവണ്ടി എന്ന് പറഞ്ഞാൽ. എന്നപോലെ ഇപ്പം നമ്മളെ പരിപാടി എല്ലാ കള്ളത്തരം നമുക്കാ. കാലത്തിനൊരു കുഴപ്പമില്ല, അത് കാലത്ത് നമുക്കാണ്ട് ജാമാക്കിയിട്ട് നമ്മളിപ്പോൾ ശുചായികളയക്കുക. മോശപ്പെട്ട കാലം. സുബ്ഹാനമഞ്ചല്ല, കാലത്തിൻ്റെ ഒരു മോശമില്ല. നമ്മളങ്ങോട്ട് നന്നായാൽ മതി, വേറൊരു കുഴപ്പമില്ല. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. നമ്മളെ മൗത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. മരിക്കുന്ന ദിവസം ഒതുകൊടുത്ത് കുളിച്ച് നല്ല അത്രയൊക്കെ പറ്റി നല്ലതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇതിൽ കൂടി ഒരു വേദന, മുഖത്തൊരു പ്രകാശം, അതിലൊരു പാൽപുഞ്ചിരി, അത് മദ്ഹ് പറഞ്ഞ മുഹമ്മദ് മുസ്തഫാൻ്റെ പുഞ്ചിരി. അള്ളാഹിൻ്റെ റസൂൽ പരലോകത്തേക്ക് പുഞ്ചിരിച്ച് മാടി വിളിച്ചു,
അപ്പോഴേക്ക് സ്വർഗത്തിൻ്റെ ഫോട്ടോ മലക്കൾ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ഭാര്യ അവിടെ ഉണ്ട്, മക്കൾ ഇവിടെ ഉണ്ട്, ഉറ്റവരുണ്ട്. ആ സമയത്ത് അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് ഉറക്കെ മറ്റുള്ളവർക്ക് മാതൃകയാക്കി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയിട്ട് നല്ലൊരു സമയത്ത് അള്ളാഹു നമ്മളൊക്കെ മരിപ്പിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്, ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു. അത് ഇന്നും കഴിയും. ഇന്നും അങ്ങനെ നടക്കാറുണ്ട്, അനുഭവങ്ങളാണ്. അത് പഴയ കാലത്തേക്ക് കൊടുക്കേണ്ട, ഇന്നും കഴിയും. അത് അധ്വാനിച്ച് മുഴുവൻ ആളുകൾക്കും അള്ളാഹു കനിയുന്നൊരു സൗഭാഗ്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഓടി വരുന്നതും പ്രസംഗിക്കുന്നതും ഒരുമിച്ച് കൂടുന്നതും ഈ കുട്ടി അവിടെ ബക്കറ്റ് പിടിച്ചിട്ട് നിൽക്കുന്നതും ഇനി ഞാൻ ചോദിച്ചാൽ നിങ്ങൾ നല്ല സംഖ്യയ്ക്ക് തരുന്നതും ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഈ ഒരു അവസാന ശ്വാസത്തിൽ കെലിമെല്ലിയിട്ട് നല്ല നിലക്ക് പോകാനുള്ളടത്തേക്ക് പോകാനാ. തറവാട്ടിക്ക് പോകുമ്പോഴേ വരുന്ന സമയത്ത് നമ്മളൊക്കെ കരഞ്ഞിട്ടാണ് വന്നത് അല്ലേ? എല്ലാവരും വരുമ്പോൾ കരഞ്ഞിട്ടല്ലോ വന്ന്. കരഞ്ഞിട്ടില്ലേ? ഉമ്മാൻ്റെ പള്ളേന്ന് വരുമ്പോൾ കരഞ്ഞിട്ടല്ലോ വന്നത്. അപ്പോൾ ചുറ്റുപാത്തുകളൊക്കെ ചിരിച്ചിട്ടായിരുന്നു. അമ്മായി ചിരിച്ചു, അമ്മായിമ്മ ചിരിച്ചു, വല്യമ്മ ചിരിച്ചു, എല്ലാവരും ചിരിച്ചു. ഇനി പോകുമ്പോൾ അവരൊക്കെ കരയും. അപ്പം നമ്മൾ കരയാൻ നിൽക്കരുത്, നമുക്കൊന്ന് ചിരിച്ചിട്ട് പോകണം. അതിന് ഈ കാലയളവിൽ രണ്ട് തുള്ളിയാണ്, രണ്ട് കരച്ചിൽ. ഒന്ന് ജനിക്കുമ്പോൾ ഉള്ള കരച്ചിൽ, ഇനി മരിക്കുമ്പോൾ കരയരുത്. ഈ രണ്ട് കരച്ചിലിനിടയിലുള്ള ഒരു നടപാതയാണ് ദുനിയ. അത് കരയാതിരിക്കണമെങ്കിൽ, ചിരിച്ചിട്ട് പോകണമെങ്കിൽ ഒരാളെ ഇവിടെ വെച്ചുകൊണ്ട് പരിചയപ്പെടണം. മുഹമ്മദ് മുസ്തഫ. ആദ്യം റസൂലുള്ളാഹിനെ കൊണ്ടുവന്നാ ചോദിക്കുക, എന്നിട്ടാ പിന്നെ ഔദ്യോഗിക ചോദ്യങ്ങളൊക്കെ വേറെ നടക്കുക. ഇയാളെക്കുറിച്ച് എന്താ അഭിപ്രായം? പറയും. ഇയാളെക്കുറിച്ച് എന്താ അഭിപ്രായം? മധുവും സലാത്തും ഇഷ്കും ഒക്കെയായി നടന്ന് റൗളയിൽ പോയിട്ട് കരഞ്ഞ്, നാട്ടിലാണെങ്കിലും റസൂലുള്ളാഹിന്റെ മേൽ സലാത്തല്ലേ, റസൂലുള്ള ജീവിതത്തിൽ എപ്പോഴും ആലോചനയിൽ വന്നു. ഹബീബാനെ ജീവിതത്തിന്റെ മധുരമായി മാറിയാൽ ഇൻഷാ അല്ലാഹ് ആരുമില്ലാത്ത കബറിൽ മൂക്കിൽ പഞ്ഞു വെച്ച് കിടക്കുന്ന പച്ച സാധു അവൻ ആവേശത്തോടെ പറയും, ഹാദാ ഹബീബി മുഹമ്മദ്, ഹാദാ ഹബീബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അക്സിറൂ മിനസ്സലാത്തി അലയ്യ ഫഇന്ന അവ്വല മാ തുസ്അലൂന ഫിൽ ഖബ്രി അന്നീ. ഖബറിൽ ആദ്യമായി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നെ കുറിച്ചാണ്. അതുകൊണ്ട് സ്വലാത്തിനെ അധികരിപ്പിച്ചോ. റബീഉൽ അവ്വലാണ് കടന്നു വരുന്നത്. ഉമ്മമാരെ അനാശാസ്യമായ സംസാരങ്ങളൊക്കെ വർജിക്കണേ. ആവശ്യമില്ലാത്ത ജീവിത ശൈലി വർജിക്കണേ. അതരങ്ങളെ റൗളയുടെ നായകന് വേണ്ടി ചലിക്കണേ പെങ്ങളെ, ചലിക്കണേ ഉമ്മ. എന്നാലോ മൻ സല്ല അലയ്യ വാഹിദത്തൻ, ആരെങ്കിലും ഒരു സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നിന് അള്ളാന്റെ അടുത്ത് 10 കിട്ടാ, അള്ളാന്റെ അടുത്ത് 10 കിട്ടണ്ട. ഒന്ന് കിട്ടിയാൽ അള്ളാന്റെ അടുത്ത് തിരിച്ചിട്ട് ഒരു സലാത്ത് കിട്ടിയാൽ ആ കിട്ടിയവന്റെ ആനുകൂല്യം അള്ളാന്റെ റസൂൽ പറയാ, അല്ലാഹു അദ്ദിബഹു ബിന്നാർ, പിന്നെ നരകം കൊണ്ട് അല്ലാഹു തആല സലാത്ത് കിട്ടിയവനെ ശിക്ഷിക്കൂല എന്ന് പരിശുദ്ധ റസൂൽ. നമുക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. അള്ള ഒരു മനുഷ്യനിക്ക് ഒരു സലാത്ത് കൊടുത്താൽ അവൻ പിന്നെ നരകത്ത് കടക്കുന്ന പ്രശ്നമില്ലാന്ന്. അപ്പൊ 10 കിട്ടിയാലോ? ഈ 10 കിട്ടുന്നത് ഒറ്റ സലാത്ത് കൊണ്ടാണ്. അപ്പൊ 100 സലാത്ത് കൊണ്ട് അള്ളാന്റെ എത്ര കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ആകത്തുക? സലാത്ത് ചൊല്ലിയവൻ അത് ക്ലിക്കാവും, നരകത്ത് കടക്കുന്ന പ്രശ്നമില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് റബീഉൽ 12 ആകുമ്പോഴേക്ക് സലാത്തിന്റെ ഒരു വലിയ ഭണ്ഡാരം ഗിഫ്റ്റ് കെട്ടി ഇഷ്കിന്റെ നൂലുകൊണ്ട് കെട്ടി വരിഞ്ഞു വെക്കണം. 12 ഭാവനാ ലോകത്തെ റൗളയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഹബീബാ നബിക്ക് അത് ഹദിയ ചെയ്താൽ റബീഉൽ പിരിയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് പാതിരാവിന്റെ ഉള്ളറയിൽ ബെഡ്റൂമിൽ ഒരു അതിഥി പുഞ്ചിരിക്കും. അത് മുഹമ്മദ് മുസ്തഫ. ഇനി അഥവാ പുഞ്ചിരിച്ചില്ല എന്ന് കൂട്ടുക, എന്നാലും സലാത്ത് തട്ടിന്ന് കണക്കൂട്ടണ്ട. അത് ചില മുഹിബ്ബീങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ കിനാവിൽ വരൂല എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല സ്നേഹമുള്ള ആളുകളായിരിക്കും, ആശിക്യങ്ങളായിരിക്കും, എന്നാലും കിനാവിൽ കണ്ടോളണമെന്നില്ല. എന്തേ? കിനാവിലൊക്കെ കണ്ടാവരിയായിരിക്കും ഇനി സലാത്ത് നിർത്തിയേക്കുക എന്ന്. കാരണം കണ്ടല്ലോ, അങ്ങനെയുണ്ട്, സംഗതി കണ്ടല്ലോ, ഈ സലാത്ത് നിർത്തിയേക്കാന്നായിരിക്കും. അങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പം സലാത്ത് പിന്നെ അധികരിപ്പിക്കാൻ വേണ്ടി വന്നില്ല എന്ന് വരും. പക്ഷെ അവർക്ക് എപ്പോഴാ പിന്നെ വരാന്നറിയോ? വഫാത്തിന്റെ സമയത്താണ്ട് വരും. അതാണ് മജ്‌ലിസിന് നമ്മൾ ചൊല്ലുന്നത്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം വബാവാ സൂരിയും മറ്റുള്ള ദീനമടങ്ങളും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ല
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബദരീങ്ങളിൽ ഒന്നാമൻ മുഹമ്മദ് മുസ്തഫ ദാഹിച്ച് വലഞ്ഞു നിൽക്കുമ്പോ കഷ്ടപ്പെടുന്ന സമയത്ത് രക്ഷപ്പെടുത്താൻ ലോകനായകൻ ഈ മുഹിബാണെങ്കിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും ഹബീബ്. അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് കടാക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്.